എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മളിന്ന് സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. തിങ്കിങ് ഇസ് ദ മാനിപ്പുലേഷൻ ഓഫ് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. എന്താണ് ചിന്ത എന്ന് പറയുന്നത്? നമ്മുടെ മാനസിക പ്രക്രിയയാണത്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള അറിവിനെ പല രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. The representation may be a word, a visual image, a sound, a symbol or data in any other modality. എന്തെങ്കിലും ഒരു അറിവ് നമ്മൾ എങ്ങനെയാണത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ചില ശബ്ദങ്ങളായിട്ടോ വാക്കുകളായിട്ടോ ചിത്രങ്ങളായിട്ടോ അടയാളങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാണ്. നമ്മുടെ മനസ്സിലുള്ള ഈ റെപ്രസെൻറ്റേഷൻസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്നതിനെയാണ് നമ്മൾ ചിന്ത എന്ന് പറയുന്നത്. The quality and level of thinking depends primarily on three factors: sensation, perception and concept formation. നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ് അതിൻ്റെ ക്വാളിറ്റി 3 കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനം, പെർസെപ്ഷൻ പ്രത്യക്ഷണം, കോൺസെപ്റ്റ് ഫോർമേഷൻ ആശയ രൂപീകരണം. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചിന്തയുള്ളത്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ തോതും അളവും എല്ലാ കാര്യവും എന്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. ഇവ 3ഉം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷേ അത് ഇൻ്റർ റിലേറ്റഡും ഇൻ്റർ ഡിപ്പെൻഡൻറ്റുമാണ്. ഒന്നിനെ ആശ്രയിച്ചിട്ടാണുള്ളത്. അപ്പോൾ എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ, എന്താണ് കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സെൻസേഷൻ, സംവേദനം. Sensation is the process by which we receive the signals or information from the environment through our sense organs. എന്തിനെയാണ് സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനം എന്ന് പറയുന്നത്? നമുക്ക് 5 സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംവേദനം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? നോസ്, ഇയർ, ഐ, ടങ്, സ്കിൻ. മൂക്ക് നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മണം തിരിച്ചറിയാനൊക്കെ ഉപയോഗിക്കുന്നത് മൂക്കാണ്. ഇയർ, ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെവി ഉപയോഗിക്കുന്നത്. ഐ, കാഴ്ചയ്ക്ക് വേണ്ടി വിഷ്വൽ. ടങ്, രുചി അറിയാൻ വേണ്ടി. സ്കിൻ, നമ്മൾ തൊട്ടു നോക്കുന്നതും പ്രഷർ, ടെമ്പറേച്ചർ, പെയിൻ, ചൂട്, തണുപ്പ്, വേദന ഇവയൊക്കെ തിരിച്ചറിയുന്നത് നമ്മളെ ത്വക്കിലൂടെയാണ്. ഈ 5 എണ്ണമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി റിസീവ് ദ സിഗ്നൽസ് ഓർ ഇൻഫോർമേഷൻ ഫ്രം ദ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമുക്ക് 5 സെൻസ് ഓർഗൻസും 5 തരത്തിലുള്ള സെൻസേഷനും ആണുള്ളത്. ഏതൊക്കെയാണ്? നോസ്, സ്മെൽ, അതായത് ഓൾഫാക്ടറി സെൻസേഷൻ. ഇയർ, ചെവി, സൗണ്ട്. ഓഡിറ്ററി സെൻസേഷൻ. ഐ, വിഷൻ, ഇറ്റ് ഈസ് വിഷ്വൽ സെൻസേഷൻ. ടങ്, ടേസ്റ്റ്. ഗസ്റ്റേറ്ററി സെൻസേഷൻ. സ്കിൻ, ത്വക്ക്, ടാക്ടൈൽ സെൻസേഷൻ. അങ്ങനെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. സെൻസേഷൻ ഇസ് ദ ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് അറൈസസ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റിമുലേഷൻ ഓഫ് എ സെൻസ് ഓർഗൻ. നമ്മുടെ ഏതെങ്കിലും ഒരു സെൻസ് ഓർഗനിൽ ഒരു എഫക്റ്റ് ഉണ്ടായി, നമുക്ക് ചൂട് അനുഭവപ്പെടുകയോ തണുപ്പ് അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെൻസേഷൻ. അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഓരോ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഓരോ ചോദനയ്ക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. എത്ര തോതിലും അളവിലുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ശക്തമായിട്ടുള്ള വേദന, മൃദുവായിട്ടുള്ള വേദന, ഭയങ്കര തണുപ്പ്, ഭയങ്കര ചൂട് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അത് ആ സെൻസേഷൻ്റെ ക്വാളിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്പോൾ സെൻസേഷൻ ഉണ്ടാകുന്നത്? ത്രൂ ദ സ്റ്റിമുലേഷൻ ഓഫ് അവർ സെൻസ് ഓർഗൻസ്. സെൻസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി, ഇൻറ്റൻസിറ്റി ആൻഡ് ക്ലാരിറ്റി ഓഫ് എക്സ്പീരിയൻസസ്. നമ്മുടെ സംവേദനം എന്തിനൊക്കെ ആശ്രയിച്ചിട്ടാണ്? ആ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ ചോദനയുടെ ഗുണം, തീവ്രത, വ്യക്തത ഇവയൊക്കെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങളെ ആരെങ്കിലും തല്ലി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കാഠിന്യം എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? ഭയങ്കരമായിട്ട് തല്ലി അല്ലെങ്കിൽ പതിയെ തല്ലി എന്നൊക്കെ. അതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി. സെൻസേഷൻ ഈസ് നോട്ട് മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ മച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നമുക്ക് ഈ സംവേദനം ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്കൊരു കാര്യം സെൻസ് ചെയ്യുക നമ്മുടെ മച്ചുറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പക്വതയൊന്നും അടിസ്ഥാനമാക്കിയല്ല, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തെയൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റെസ്പോൺസ് ടു എ ഫിസിക്കൽ സ്റ്റിമുലസ്. നമുക്ക് ശാരീരികമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൻസേഷൻ.
അമ്മ അടുക്കളയിൽ നല്ലൊരു കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടില്ലെങ്കിലും തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? നല്ല മണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അമ്മ രാത്രി നിങ്ങളോട് പറയുകയാണ് മുറ്റത്ത് മുല്ലപ്പൂ വിരിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത് എങ്ങനെയായിരിക്കും മനസ്സിലായത്? ആ മുല്ലപ്പൂവിൻ്റെ മണത്തിലൂടെ. അപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. കണ്ടില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സെൻസ് ഓർഗൻ ഏതാണ്? നോസ്. മൂക്കിലൂടെയാണ് ആ കാര്യം നമ്മൾ സെൻസ് ചെയ്തത്. സെൻസേഷൻ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷണൽ സ്റ്റാറ്റസ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എക്സെട്ര ഓഫ് ദ ഇൻഡിവിജ്വൽ. ഈ സെൻസേഷന് നമ്മുടെ വൈകാരിക മാനസികാവസ്ഥ അതിനൊന്നും അടിസ്ഥാനമാക്കിയല്ല ഈ സെൻസേഷൻ ഉള്ളത്. അതുകൂടാതെ നമ്മുടെ മുൻകാല അനുഭവങ്ങളെയോ നമ്മുടെ താല്പര്യങ്ങളെയോ നമ്മുടെ മനോഭാവത്തെയോ ഒന്നും ആശ്രയിച്ചിട്ടല്ല സെൻസേഷൻ ഉള്ളത്. അപ്പോൾ സെൻസേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന നമ്മുടെ അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സെൻസേഷൻ. അപ്പോൾ സെൻസേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി റിസീവ് സിഗ്നൽസ് ഓർ ഇൻഫോർമേഷൻ ഫ്രം ദ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടൊന്ന് ഉദാഹരണം കൂടെ നോക്കാം. നിങ്ങൾ കറിക്ക് ഉപ്പ് നോക്കത്തില്ലേ? അപ്പോൾ എങ്ങനെയാണ്? തൊട്ട് നോക്കി ഉപ്പുണ്ടോ, ഉപ്പ് കൂടിയോ, ഉപ്പ് കുറഞ്ഞാണോ എന്ന് നോക്കുന്നത് നമ്മുടെ നാവിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ്? ഗസ്റ്റേറ്ററി സെൻസേഷനാണ് അവിടെ ഉള്ളത്. അങ്ങനെ വ്യത്യസ്ത സെൻസ് ഓർഗൻസിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഇങ്ങനെ കണ്ടും കേട്ടും മണത്തും തൊട്ടു നോക്കിയും രുചിച്ചും നമ്മൾ വസ്തുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയോ അല്ലെങ്കിൽ തിരിച്ചറിയുകയോ ചെയ്യുന്നതിനെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പെർസെപ്ഷൻ, പ്രത്യക്ഷണം. Perception is the interpretation of information that we received from the environment so that we can identify its meaning. നമുക്ക് ആദ്യം വേണ്ടത് സെൻസേഷനാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ സെൻസേഷനെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. Here we select, organize and interpret or recognize the sensory information. നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ ആ ഇൻഫോർമേഷനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യും, നമ്മൾ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കും, നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യും. അതിനുശേഷം നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, വ്യാഖ്യാനിക്കും, തിരിച്ചറിയും. ഈ പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മേക്കിംഗ് സെൻസ് ഓഫ് വാട്ട് യു സീ, ഫീൽ, ഹിയർ എക്സെട്ര. നമ്മൾ കാണുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ തൊട്ടറിയുകയോ ചെയ്ത കാര്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ആ പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു തണുത്ത വസ്തു വെച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം സെൻസ് ചെയ്തത്? തൊടുന്നതിലൂടെ തണുപ്പുള്ളതാണെന്ന്. എന്നിട്ട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അത് തണുത്ത വെള്ളമായിരിക്കാം, ഐസ്ക്രീം ആയിരിക്കാം. ഇങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അനുഭവപ്പെടേണ്ടത്? സെൻസേഷൻ. അതിനുശേഷമാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ ഇൻവോൾവ്സ് മീനിങ്ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ അറിവിനെ നമ്മൾ അർത്ഥവത്തായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ് പെർസെപ്ഷൻ. ഇറ്റ് ഫോളോസ് സെൻസേഷൻ. സെൻസേഷന് ശേഷമാണ് പെർസെപ്ഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് പെർസെപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സെൻസേഷൻ. നമ്മുടെ സെൻസേഷൻ അല്ലെങ്കിൽ നമുക്ക് ആ സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ അറിവിനെ അടിസ്ഥാനമാക്കിയാണ് പെർസെപ്ഷൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ത് കാര്യമാണ് നടക്കേണ്ടത്? സെൻസേഷൻ. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്, ഇമോഷണൽ സ്റ്റാറ്റസ്, കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് എബിലിറ്റീസ്. എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പെർസെപ്ഷൻ ഉള്ളത്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമുക്ക് മുൻകാല അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് മുൻപ് തണുപ്പുള്ള എന്തോ വസ്തു കൈ തന്നപ്പോൾ അത് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണ അത് കണക്ക് കൂട്ടുകയാണ്, ഇത് ഐസ്ക്രീം ആയിരിക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളമായിരിക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. പെർസെപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇമോഷണൽ സ്റ്റാറ്റസ്. നമ്മുടെ വൈകാരിക അവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിക്കുന്നത്. ചില ആളുകൾ ചില തമാശ പറയുമ്പോൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ സെൻസേഷൻ ഉണ്ടായി, നമ്മൾ കേൾക്കുകയാണ്. അത് നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസിനെ അടിസ്ഥാനമാക്കിയല്ലേ. നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് കേട്ട് ചിരിക്കും. നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിലോ നമുക്ക് ആ തമാശ ഒരിക്കലും ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് പെർസെപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ അവർ ഇമോഷണൽ സ്റ്റാറ്റസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് എബിലിറ്റീസ്. നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ആ കഴിവുകളെ അടിസ്ഥാനമാക്കിയാണ് പെർസെപ്ഷൻ ഉള്ളത്. നമുക്ക് എങ്ങനെ ആ കാര്യത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് സെലക്റ്റീവ് ഇൻ നേച്ചർ.
വളരെ സെലക്റ്റീവായിട്ടുള്ള പ്രോസസ്സാണ് പെർസെപ്ഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ സംഭവത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളതിനെ വ്യാഖ്യാനിച്ച് ഒരു അർത്ഥം കണ്ടെത്തുന്നു. ഇറ്റ് ഈസ് എ സെലക്റ്റീവ് പ്രോസസ്സ്. ഇവിടെ ഒരു വയസ്സായ ഒരാളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ചില ആൾക്ക് തോന്നിയേക്കാം ആ ചിത്രത്തിലുള്ള വൃദ്ധൻ ആരെയോ കാത്തിരിക്കുന്നതാണെന്ന്. ചിലർ പറയും വൃദ്ധൻ അവിടെ വിശ്രമിക്കുകയാണെന്ന്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളും അവരവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ്, വൈകാരിക മാനസികാവസ്ഥയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിക്കുന്നത്. അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഫോർമേഷൻ ദാറ്റ് വി റിസീവ് ഫ്രം ദ എൻവയോൺമെൻറ്റ് സോ ദാറ്റ് വി ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ്സ് മീനിങ്. നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ അറിവിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ആ പ്രോസസ്സാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷണം. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഈ സെൻസേഷനും പെർസെപ്ഷനും തമ്മിലുള്ള ബന്ധമെന്ന്. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ എന്താണ്? നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ സെൻസേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പെർസെപ്ഷൻ ഉണ്ടാവുന്നുള്ളൂ. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? സെൻസേഷൻ. നമ്മൾ ആദ്യം കാര്യങ്ങളെ സെൻസ് ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻസേഷൻ, ദെൻ പെർസെപ്ഷൻ. അടുത്തതാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ, ആശയ രൂപീകരണം. എന്താണ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരാശയം എന്ന് പറയുന്നത്? കോൺസെപ്റ്റ്സ് ആർ ജനറലൈസ്ഡ് ഐഡിയാസ് ഓർ മീനിങ്സ് അബൌട്ട് തിങ്സ്, പേഴ്സൺസ് ഓർ ഇവൻറ്റ്സ്. ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു കാര്യമോ ആളുകളോ എന്തൊക്കെയാണെന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ധാരണയ്ക്കാണ് നമ്മൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത്. എന്താണ് ആ കാര്യം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അക്വിസിഷൻ ഓഫ് കോൺസെപ്റ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യമാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ. നമുക്ക് ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ആശയം എന്താണെന്ന് ആദ്യം മനസ്സിലാവണം. കോൺസെപ്റ്റ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് വൺസ് ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടും നമ്മുടെ പരിതസ്ഥിതികളുമായിട്ടൊക്കെ ഇടപഴകുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിൻ്റെയും ആശയം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ. നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനും അവയെ ക്ലാസിഫൈ ചെയ്യാനും, ഡിസ്ക്രിമിനേറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയാനും, വ്യത്യാസം എന്താണെന്ന് കണ്ടെത്താനും, ക്ലാസിഫൈ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ആശയം എന്താണെന്ന് മനസ്സിലാവുന്നുള്ളൂ. ഇപ്പോൾ കോൺസെപ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ജനറലൈസ്ഡ് ഐഡിയ ഓർ മീനിങ് അബൌട്ട് എ തിങ്, പേഴ്സൺ ഓർ ഇവൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ആശയ രൂപീകരണം നടക്കുന്നത്? നമുക്ക് ആദ്യം സെൻസേഷൻ ഉണ്ടാവും. എങ്ങനെ? ത്രൂ അവർ സെൻസ് ഓർഗൻസ്. അതിനുശേഷമാണ് നമ്മൾ ഇൻ്റലക്ച്വലി ആ സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ അറിവിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് പെർസെപ്ഷൻ. ഈ പെർസെപ്ഷനിൽ എന്താണ്? നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൽ നിന്നാണ് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം മനസ്സിലാവുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലാസ്സിൽ കുട്ടികളെ റെക്റ്റാങ്കിൾ എന്ന കോൺസെപ്റ്റ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് പറയും റെക്റ്റാങ്കിൾ ഒരു ഷേപ്പാണ്, അതിൻ്റെ രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കും. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം കുട്ടികൾ എന്ത് ചെയ്യും? ബോർഡിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ച് കാണിക്കും. അപ്പോൾ അവിടെ സെൻസേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിഷ്വൽ സെൻസേഷൻ. കുട്ടികൾ ആ ചിത്രം കാണുന്നതിലൂടെ അല്ലേ? സെൻസ് ഓർഗൻ അവിടെ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കണ്ണ്. എന്നിട്ട് നിങ്ങൾ റെക്റ്റാങ്കിളിനെ കുറിച്ച് പറയുകയാണ്. ചെവി ഉപയോഗിച്ച് അവരത് കേട്ടു. ഇപ്പോൾ രണ്ട് സെൻസ് ഓർഗൻസ് ആണ് അവിടെ അവരുപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നടന്നു, സെൻസേഷൻ. അടുത്താണ് പെർസെപ്ഷൻ. പെർസെപ്ഷനിൽ കുട്ടികൾ അത് മനസ്സിലാക്കിയാണ്. 4 സൈഡാണ് റെക്റ്റാങ്കിളിനുള്ളത്, അതിൻ്റെ 2 സൈഡുകൾ ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് അത് കാര്യം മനസ്സിലായില്ലേ? ആ പ്രോസസ്സാണ് പെർസെപ്ഷൻ, മീനിങ് ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഐഡിയ. ആശയത്തിൻ്റെ അർത്ഥവത്തായിട്ട് കുട്ടികൾ അതിനെ മനസ്സിലാക്കി. അടുത്ത സ്റ്റെപ്പാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ആശയ രൂപീകരണം. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനറലൈസ് ചെയ്തു, പിന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. എന്താണെന്ന് അതിൽ നിന്നൊരു ആശയം രൂപീകരിച്ചു. ബാക്കി ഷേപ്പുകളിൽ നിന്ന് റെക്റ്റാങ്കിളിനെ കുട്ടി തിരിച്ചറിയാൻ പഠിച്ചു. ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അവിടെയാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് ഫോർമേഷൻ മനസ്സിലായത് എങ്ങനെയാണ്? കുറേ എക്സാമ്പിൾസ് നിങ്ങൾ കൊടുക്കും, എന്നിട്ട് ഇതൊക്കെ റെക്റ്റാങ്കിൾ ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ജനൽപ്പാളികൾ നോക്കൂ, അത് റെക്റ്റാങ്കിളാണ്. ഡോറ് നോക്ക്, റെക്റ്റാങ്കിളാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഈ ബ്ലാക്ക് ബോർഡ് നോക്കൂ, റെക്റ്റാങ്കിളാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ലേ, അത് റെക്റ്റാങ്കിളാണ്. അങ്ങനെ പല ഉദാഹരണങ്ങളും നിങ്ങൾ കൊടുക്കും. അതിനുശേഷം നിങ്ങൾ കുട്ടികളോട് പറയും
റെക്റ്റാങ്കിളിന് ഒരു എക്സാമ്പിൾ പറയുക. അപ്പോൾ കുട്ടികൾ അവരുടെ കയ്യിലുള്ള പുസ്തകം കാണിച്ചിട്ട് പറയും ഇത് റെക്റ്റാങ്കിളാണ്, കയ്യിലുള്ള ബോക്സ് കാണിച്ചിട്ട് പറയും ഇത് റെക്റ്റാങ്കിളാണ്. അങ്ങനെ അവിടെ കോൺസെപ്റ്റ് ഫോർമേഷൻ നടന്നു. ഇപ്പോൾ ഫസ്റ്റ് സെൻസേഷൻ, അടുത്ത് പെർസെപ്ഷൻ, അടുത്തതാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ. ചിന്തയിലെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. എന്താണ് സെൻസേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി റിസീവ് ദ സിഗ്നൽസ് ഓർ ഇൻഫോർമേഷൻ ഫ്രം ദ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ അറിവിനെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് പെർസെപ്ഷൻ. ഇറ്റ് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ ദാറ്റ് വി റിസീവ്ഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ് സോ ദാറ്റ് വി ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ്സ് മീനിങ് ഓർ മീനിങ്ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ സെൻസേഷൻ. നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ കിട്ടിയ അറിവിനെ അർത്ഥപൂർണ്ണമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ. നമുക്ക് സെൻസേഷനിലൂടെ കിട്ടിയ അറിവിനെ നമ്മൾ വ്യാഖ്യാനിച്ചു, എന്നിട്ട് നമ്മൾ അതിനെ തരംതിരിക്കുകയും വർഗീകരിക്കുകയും ഒക്കെ ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. ആ പ്രോസസ്സിനെയാണ് കോൺസെപ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ആശയ രൂപീകരണം എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.